ഞാൻ വീണ്ടും നമ്മുടെ അൺലൈനിങ് പ്ലേലിസ്റ്റിലെ അടുത്ത വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അത്ര രസകരമായിട്ടുള്ള സ്മൂത്തായിട്ട് പോകുന്ന ഒരു പരിപാടിയല്ല. വലിയ വിമർശനങ്ങളും അതേപോലെ തന്നെ ചില ആളുകളുടെ രോഷപ്രകടനങ്ങളും ഒക്കെ എനിക്ക് ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഞാൻ ആ ഒരു കാര്യം സംസാരിച്ചിട്ട് അതിലെ ചില കാര്യങ്ങൾ ഇപ്പോൾ തിരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിൽ പല ആളുകളും ഏതെങ്കിലും ഒരു ആശയവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആകൃഷ്ടരായി കഴിഞ്ഞാൽ ഒരു വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുന്നത് പോലെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ കയറി നിൽക്കുന്ന ആ ഒരു വെയിറ്റിംഗ് ഷെഡിൽ നിങ്ങൾ ലോക്കായ ആ ഒരു അവസ്ഥയിൽ അവിടെ തന്നെ എക്സിസ്റ്റൻസ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പിടിവാശി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ നമുക്കുള്ളിലേക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ശരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നിങ്ങളിൽ ചില ആളുകളെ ചൊടിപ്പിച്ച ആ ഒരു ടോപ്പിക്കുകളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ടോപ്പിക്കിലാണ്. അഡൾട്ടിഫിക്കേഷൻ ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ചില ആളുകളൊക്കെ ഉപദേശിച്ചതാണ്, നിങ്ങൾ വികസിത രാജ്യങ്ങളൊക്കെ ഒന്ന് പോയി കാണൂ. ഈ വികസിത രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പാസ്പോർട്ടൊന്നും കണ്ടിട്ടൊന്നുമല്ല ചില ആളുകൾ പറയുന്നത്, വെറുതെ ജഡ്ജ്മെൻറ്റുകളാണ്. ഇനിയിപ്പോൾ വികസിത രാജ്യങ്ങളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അഡൾട്ടിഫിക്കേഷൻ ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അതിൻ്റെ റൂട്ട് കോസുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകളിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ചോയ്സുകളിൽ അല്ലെങ്കിൽ നമ്മൾ ചില പുരോഗമന ആശയങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇൻഡയറക്ട്ലി ഈ പറയുന്ന അഡൾട്ടിഫിക്കേഷൻ ഓഫ് ചൈൽഡ്ഹുഡിലേക്ക് എത്തുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് അവരുടെ ബാല്യം നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ ദുരന്തങ്ങൾ, വലിയ വലിയ ക്രൂരതകൾ നമ്മൾ കാരണം ഉണ്ടാവുമ്പോൾ ചില കാര്യങ്ങളിൽ ഒരു തിരുത്തലൊക്കെ വേണ്ടത് നല്ലതാണ്. നമ്മൾ കംപ്ലീറ്റ്ലി ആശയങ്ങളെ മുഴുവനായിട്ട് കുഴിച്ചു മൂടുകയല്ല, അതിൽ ചെറിയ കറക്ഷൻസ് വരുത്തി നമ്മൾ ആത്യന്തികമായിട്ട് ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് ചില തിരുത്തലുകളൊക്കെ വേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു കമൻറ്റ് വന്നു. ആ ഒരു കമൻറ്റിൽ നിന്നിട്ട് ചില ആളുകളുടെ സമീപനം കൃത്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ കമൻ്റ് ഇട്ട ആളോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരുവിധ വിരോധവുമില്ല. അതേപോലെ തന്നെ ആ ഒരു കമൻ്റ് ഇട്ട ആൾക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞത്. പക്ഷെ ആ ഒരു ഇഷ്ടത്തിനും ചില അപകടങ്ങളൊക്കെ ഉണ്ട്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: യുവർ ഔട്ട്ലുക്ക് ഹാവ് ചേഞ്ച്ഡ് എൻറ്റയർലി ആഫ്റ്റർ യുവർ വെഡിങ്. യുവർ റീസെൻറ്റ് വീഡിയോസ് ആർ റിഫ്ലക്റ്റിംഗ് ദാറ്റ്. ദിസ് പെർട്ടിക്കുലർ വീഡിയോ, അൺലേണിംഗ്, ഇൻട്രോസ്പെക്ഷൻ or self-criticism is definitely necessary in every field as you mentioned in the video. അപ്പോൾ ആദ്യത്തെ 2 ലൈൻ, യുവർ ഔട്ട്ലുക്ക് ഹാവ് എൻറ്റയർലി ചേഞ്ച്ഡ് ആഫ്റ്റർ യുവർ വെഡിങ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം മിച്ചമായില്ലേ ഒഫീഷ്യലി മാരേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനിടയിലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള 1-2 കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും പറയുന്ന ആളുകൾ, വിഷമത്തോടെ തന്നെ ഞാൻ പറയട്ടെ, പുരോഗമന ആശയങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഫെമിനിസത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും തന്നെയാണ്. എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്? ഇതിനോട് ബന്ധിപ്പിച്ചിട്ട് നമ്മൾ പഴയ അമ്മായിമ്മമാരെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു പഴഞ്ചൊല്ല് പറയാറില്ലേ, പുത്തനച്ചി തൊട്ടതെല്ലാം കുറ്റം. ഇതിൽ എനിക്ക് കുറ്റമൊന്നുമില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ചില ആശയങ്ങൾ ഞാൻ പങ്കുവച്ചത്. അപ്പോൾ അതിൽ ആരാണ് കുറ്റക്കാർ? അതിൽ കുറ്റക്കാരിയായിട്ട് വന്നത് പുതുതായി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആളാണോ? പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ എന്നെ ഞാനായിട്ട് കാണുന്നതിനും 10-11 വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോടൊപ്പമാണ് ഞാൻ എൻ്റെ വിവാഹ ജീവിതവും ദാമ്പത്യ ജീവിതവും ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ആശയങ്ങളെന്ന് പറയുന്നത്, ഞാൻ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നതും എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇത് ചുമ്മാ ഒരുമാതിരി ഈ ഫെമിനിസമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരു സ്ത്രീയെ കുറ്റം പറയുന്നതിന് ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ വേറെ 2 തരത്തിലുള്ള സമീപനങ്ങളാണ് ഈ ഒരു കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്നെങ്കിൽ JB ഇങ്ങനെയുള്ള ഒരു ആശയത്തിലേക്ക് വന്നത്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ പങ്കുവെച്ചത് വിവാഹം കഴിച്ചിട്ട് ഭാര്യയുടെ സാമീപ്യം ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അല്ല എന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചതുകൊണ്ടാണ്. 2 നിങ്ങൾക്ക് പ്രശ്നമാണ്. വിവാഹം കഴിക്കുന്നതും അതേപോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും എന്തോ വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ തന്നെ പറയുകയാണ്. ഇതിലെവിടെയാണ് മക്കളെ, എവിടെയാണ് നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത്? ഇത് മറ്റേ ജഡ്ജ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ കൊണ്ടായിരിക്കാം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇവിടെ ആ വ്യക്തി എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുന്നില്ല. ഈ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ പറയുന്ന സമീപനം മാറ്റി വയ്ക്കാതെ നമുക്കൊരിക്കലും ഒരു ബെറ്റർ ഹ്യൂമനായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ടോ മാറാൻ പറ്റില്ല. ഞാൻ ഈ കമൻ്റ് ഇട്ട ആളെ പേഴ്സണലി ഉദ്ദേശിക്കുന്നതല്ല, ഇങ്ങനെ കുറേയധികം ആളുകളുണ്ട്. ഇതിൻ്റെ അടുത്ത സെൻറ്റൻസിലേക്ക് വരാം. ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് ക്രിറ്റിസിസം ഡെഫിനറ്റ്ലി നെസസറി ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് എക്സാമ്പിൾ എടുത്ത റീൽസ് ആർ നോട്ട് ആപ്റ്റ് ഫോർ കൺവേയിങ് വാട്ട് യു മെൻറ്റ്. ഇത്ര വലിയ കോണ്ടന്റ് ആക്കാനായിട്ട് മാത്രം സീരിയസ് ആയ കാര്യമൊന്നും ആ റീലിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ആണ്. നമ്മൾ സിനിമകളിലെ കോമഡി സ്കിറ്റുകളിലെ കൊച്ചു വാക്കുകൾ, കൊച്ചു സമീപനങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ട് വലിയ രീതിയിൽ സംസാരിച്ച ആളുകളാണ്. എന്നാൽ ഹോട്ട് എന്ന് പറയുന്നത്, ഞാൻ ഹോട്ടാണോടി, നമുക്ക് ഹോട്ടാവാൻ വേണ്ടി പോവാടി എന്നൊക്കെ പറയുന്ന ഹോട്ട് എന്ന് പറയുന്ന സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷനെ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വേർഡിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതത്ര വലിയ സംഭവമൊക്കെയാണോ? അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലയോ എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തുടർന്ന് പറയുന്ന വിഷയം
കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും അങ്ങനെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ അന്ന് മൈൻഡ് ചെയ്തതുപോലെ ഇന്ന് മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേ കാര്യത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകും. ഇത്ര വലിയ കോണ്ടന്റ് ആക്കാൻ മാത്രം സീരിയസ് ആയ കാര്യം ഒന്നും ആ റീലിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതൊരു ആർക്കും ദ്രോഹമില്ലാത്തൊരു ഫണ്ണി വീഡിയോ ആയിട്ട് കണ്ട് സ്ക്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്നേ. പണ്ട് മറ്റേ ഫ്ലവേഴ്സിൻ്റെയൊക്കെ കോമഡി സ്കിറ്റുകളിലെ ദാരുണമായിട്ടുള്ള കോമഡികളൊക്കെ കണ്ട സമയത്ത്, വിമർശിച്ച സമയത്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ചില പരാമർശങ്ങൾ കേട്ട സമയത്ത് അവരൊക്കെ നമ്മളോട് ഇതേ കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടത്. കണ്ടു തള്ളിക്കൂടെ? കണ്ടു തള്ളാൻ പറ്റത്തില്ല. ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, സമൂഹം മിടുക്കർ പട്ടം കൊടുത്തിരിക്കുന്ന പ്രോഗ്രസീവാണ് ഇവർ എന്നൊക്കെ ഒരു കൂട്ടം പ്രോഗ്രസീവ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, പറഞ്ഞിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ചില കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ലേ? നമ്മളങ്ങോട്ട് കണ്ടു തള്ളണോ? ഇനിയിപ്പോൾ അടുത്ത സെൻറ്റൻസ്, ആൻഡ് വി ഓൾ ആർ ഹ്യൂമൻ സം ഓർ അതർ വേ വി ഓൾ വിൽ സീക്ക് വാലിഡേഷൻ ഫ്രം അതേഴ്സ്. അതിലിപ്പോൾ ഇത്ര വലിയ മിസ്റ്റേക്ക് ഒന്നും പറയാനില്ല. വാലിഡേഷൻ സീക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഇടങ്ങളിൽ നിന്ന്, അതൊക്കെ സ്വകാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വാലിഡേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ ആളുകളെയും മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൊസൈറ്റിയോട് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജനറേഷനോട് ഇങ്ങനെയൊക്കെ വാലിഡേഷൻ സീക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ, സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ വാലിഡേഷൻ ആഗ്രഹിക്കാറുണ്ട്. അത് എൻ്റെ ഇടങ്ങളിൽ, എൻ്റെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വാലിഡേഷൻ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് വാലിഡേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു ഗ്രൂപ്പിലെ ഒരു പൊസിഷൻ അത് മികച്ചതാവത്തുള്ളൂ എന്ന് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് റോങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ടോപ്പിക് ഡിസ്കഷൻ്റെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കും. ഇതൊക്കെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ കോമഡി അല്ലേ, കോമഡി ആയതുകൊണ്ട് ഇതൊരു കോമഡി ആയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. ഇത് എവിടെയെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. നമ്മളൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി ഒരു റീൽ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അന്നേ പറഞ്ഞു, എനിക്ക് ആ റീലിലുള്ള ആളുകളോടൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. അവരെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് അവരുടെ കോണ്ടന്റൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നതാണ്, ബഹുമാനമുള്ള ആളുകളാണ്. ജിമ്മിൽ പോയി സോക്കോൾഡ് ഹോട്ട് ആയില്ലേൽ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ സ്റ്റെഫിയുടെ വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ആയി എന്ന് തോന്നുന്നില്ല. ഹോട്ടാവുന്നത് ആണ് സ്റ്റാൻഡേർഡ്, അല്ലാത്ത പെൺപിള്ളേരൊന്നും കൊള്ളില്ല എന്നൊന്നും അവർ പറഞ്ഞില്ല. ഹോട്ടാവുന്നതും അല്ലെങ്കിൽ ഹോട്ടാവാതിരിക്കുന്നതും ഇതൊന്നും സ്ത്രീത്വമായിട്ട് ചേർത്ത് കണക്ട് ചെയ്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ള കോമഡികൾ, നിർദോഷമെന്ന് നിങ്ങൾ പറയുന്ന കോമഡികൾ, അങ്ങനെയുള്ള കോമഡികളൊക്കെ പണ്ട് നമ്മൾ ഒത്തിരിയധികം വിമർശിച്ചിട്ടുണ്ട്. അന്ന് വിമർശനം നടത്തിയിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ കോമഡികൾ ഇതുപോലെ പറയുന്ന സമയത്ത് നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ ഒത്തിരിയധികം ഡാമേജ് ഉണ്ടാക്കുന്ന, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരിയധികം ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിലെ കൊച്ചുകുട്ടികളെ കുറിച്ചിട്ടാണ്. അവരുടെ നിഷ്കളങ്കമായ ലോകത്തിലേക്ക് ഇങ്ങനെ അതിക്രമിച്ച് കയറുന്ന ഒരു വലിയ വിപണിയെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോ മേക്കപ്പിന് എതിരൊന്നും അല്ല കേട്ടോ. മേക്കപ്പൊക്കെ വേണ്ടതാണ്, സൗന്ദര്യബോധത്തിന് എതിരുമല്ല. പക്ഷേ ഇത് അഡൾട്ടിഫിക്കേഷന് എതിരാണ്. അതായത് കുട്ടികളെ അവരുടെ പ്രായത്തിന് മുൻപേ തന്നെ മുതിർന്നവരെ പോലെ തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണതയ്ക്ക് എതിരായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന എന്താണ്? 7 വയസ്സുള്ള കുട്ടികൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നു. 10 വയസ്സുള്ള പെൺകുട്ടികൾ ഐലൈനറും ലിപ്സ്റ്റിക്കും ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങാനായിട്ട് മടിക്കുകയാണ്. പ്ലേ ഗ്രൗണ്ടിൽ കളിക്കേണ്ട പ്രായത്തിൽ അവർ കണ്ണാടിക്ക് മുൻപിൽ നിന്ന് തങ്ങളുടെ മുഖത്തെ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. മാതാപിതാക്കൾ ഇതിനെ പലപ്പോഴും ക്യൂട്ടായിട്ടൊക്കെ കാണാറുണ്ട്. അവർ ഇതൊരു തമാശ എന്നുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കുട്ടികളല്ലേ, ഇത് നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളിക്കളയും. എന്നാൽ ഇതിന് പിന്നിൽ ഭയാനകമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ കെണിയുണ്ട്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: കുട്ടികൾക്ക് എന്തിനാണ് മേക്കപ്പ്? അവരുടെ സ്വാഭാവികമായിട്ടുള്ള ചർമ്മത്തേക്കാൾ തിളക്കമുള്ള എന്ത് മേക്കപ്പാണ് ഈ ലോകത്തിലുള്ളത്? പണ്ടത്തെ കുട്ടികളൊക്കെ കളിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അവർക്ക് സമ്മാനം കൊടുത്തിരുന്നത് എന്തൊക്കെയാണ്? പെൺകുട്ടികൾക്ക് പാവകൾ, ആൺകുട്ടികൾക്ക് കാറുകൾ, അങ്ങനെയൊക്കെ സമ്മാനം കൊടുക്കുന്നത് പോലും സ്ത്രീവിരുദ്ധമാണ് എന്നൊക്കെ ഇന്ന് ഹോട്ടാണോ ഗെയ്സ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ ഒരു ചർച്ചയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്താണ്? ഇന്ന് ചില ആളുകൾ ഈ പെൺകുട്ടികളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന സമ്മാനങ്ങൾ പോലും എന്താണ്, കയ്യിൽ കൊടുക്കുന്ന എന്താണ്? ഇന്ന് അവർ കളിക്കുന്നത് ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ വെച്ചിട്ടാണ്. വിപണി, മാർക്കറ്റ് വളരെ തന്ത്രപരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. കുട്ടികൾക്കുള്ള മേക്കപ്പ് കിറ്റ് എന്നുള്ള പേരിൽ പോലും ഇപ്പോൾ പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന സമയത്ത് കുട്ടികളുടെ ആ ഒരു ബാല്യത്തിന് നിറം പകരുകയല്ല ചെയ്യുന്നത്, മറിച്ച് നീ ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാൾ ഭംഗിയുള്ളവളാകണം എന്നുള്ള ഒരു ചിന്തയാണ് അവരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സൈക്കോളജിയിൽ നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വിളിച്ചതുപോലെ ഏർലി സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് വിളിക്കാം. താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ, തൻ്റെ ആക്ടിവിറ്റികളെക്കാൾ താൻ എങ്ങനെ ഇരിക്കുന്നു, തൻ്റെ അപ്പിയറൻസ് എങ്ങനെ ഇരിക്കുന്നു എന്നതിലാണ് തൻ്റെ മൂല്യമെന്ന് ഒരു കുട്ടി ചെറുപ്പത്തിലെ പഠിക്കുകയാണ്. കുട്ടികൾ മണ്ണിൽ കളിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് ആ കളിയുടെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഒരു കുട്ടി മേക്കപ്പ് ഇട്ട് നിൽക്കുമ്പോൾ അവൾ ശ്രദ്ധിക്കുന്നത്
അല്ലെങ്കിൽ അവൻ മേക്കപ്പ് ഇടാറുണ്ടോ? അല്ലെങ്കിൽ ആരാണെങ്കിലും മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ, കുട്ടികൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കുന്നത് ആ ഒരു മേക്കപ്പ് ചീത്തയാകാതിരിക്കാനാണ്. അവിടെ അവളുടെ കുട്ടിക്കാലം അവസാനിക്കുകയാണ്, കുട്ടിത്തം അവസാനിക്കുകയാണ്, ഒരു പ്രദർശന വസ്തുവായിട്ട് സ്വയം അങ്ങോട്ട് മാറുകയാണ്. നിങ്ങൾ സിനിമകളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം പോരാ, അതോടൊപ്പം കൊച്ചു കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സിനെയും വ്ളോഗേഴ്സിനെയും കൂടെ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്ത്രീകൾ പ്രദർശന വസ്തു ആവാതിരിക്കത്തുള്ളൂ. കൊച്ചു കുട്ടികളടക്കം പ്രദർശന വസ്തു ആവാൻ വേണ്ടിയല്ലേ, സ്വയം പ്രദർശന വസ്തു ആവാൻ വേണ്ടിയല്ലേ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയും അതേപോലെ തന്നെ സ്കിൻ കെയർ റുട്ടീനും ഒക്കെ ഇങ്ങനെ വിടാതെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ്, എത്ര മികച്ച ആശയമാണെങ്കിലും, എത്ര വലിയ അറിവാണെങ്കിലും, എത്ര മികച്ച സ്കില്ലാണെങ്കിലും അത് ബുദ്ധിയില്ലാത്ത വകതിരിവില്ലാത്ത ആളുകളുടെ കയ്യിൽ ചെന്നെത്തിക്കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഫേസ് ചെയ്തു. ചില ആൻറ്റിമാർ ചോദിക്കുകയാണ്, നിങ്ങൾ രാഹുൽ ഈശ്വർ ഹണി റോസ് ഇഷ്യൂവിൽ രാഹുലിന് എതിരാണല്ലോ? ഉത്തരം സിമ്പിളാണ്, വസ്ത്രധാരണം അതിക്രമത്തിനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത്. അങ്ങനെയുള്ള തോന്നിയാസം കാണിച്ചിട്ട് അവർ അങ്ങനെയുള്ളൊരു വസ്ത്രം ധരിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം, നല്ല ഇടി വെച്ചിട്ട് കൊടുക്കണം. പലപ്പോഴും ഷോപ്പുകളിലേക്ക് ഉദ്ഘാടന വേദികളിലെ വസ്ത്രങ്ങളുടെ പാറ്റേൺ ഒക്കെ ഇങ്ങനെ ഒരേ രീതിയിലാവുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മഞ്ഞ ക്യാമറ കണ്ണുകളിലൂടെ സമൂഹം അത് നോക്കി കാണുന്ന സമയത്ത് അത് സെൽഫ് ഒബ്ജക്ടിഫിക്കേഷനായി തോന്നുക സ്വാഭാവികമാണ്. അതിൽ അത്തരത്തിലുള്ള എലമെന്റുകളൊക്കെ ഉണ്ട്. ഇനി കുട്ടികളുടെ മേക്കപ്പിലേക്ക് തന്നെ തിരിച്ചു വരാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ശാരീരിക വശങ്ങൾ നോക്കാം. മുതിർന്നവരുടെ ചർമ്മത്തേക്കാൾ 30% കൂടുതൽ ലോലമാണ് കുട്ടികളുടെ ചർമ്മം. കെമിക്കലുകൾ കലർന്ന ഉൽപ്പന്നങ്ങൾ കുട്ടികളിൽ അലർജിക്കും ചർമ്മരോഗങ്ങൾക്കും കാരണമാകും. ഹോർമോൺ വ്യതിയാനങ്ങൾ പോലും ഇതുകൊണ്ട് സംഭവിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നതാണ് നമ്മൾ പല വാർത്തകളിൽ കൂടെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ അപകടകരമാണ് മാനസികമായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ. ഒരു പെൺകുട്ടി കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുഖത്തെ പാടുകൾ മറയ്ക്കാനായിട്ട് പഠിക്കുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് സെൽഫ് റിജക്ഷൻ ആണ്. തൻ്റെ സ്വാഭാവിക രൂപത്തെ വെറുക്കാനും കൃത്രിമമായിട്ടുള്ള ഒന്നിനെ സ്നേഹിക്കാനുമായിട്ടാണ് അവൾ ശീലിക്കുന്നത്. ഇത് പിന്നീട് കൗമാര പ്രായത്തിലേക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ള ആത്മവിശ്വാസക്കുറവിനും ബോഡി ഡിസ്മോഫിയ പോലുള്ള മാനസിക അവസ്ഥകൾക്കും കാരണമാകും. ഇന്നത്തെ കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ കൂടുതലായിട്ട് നേരിടുന്ന ഏറ്റവും വലിയ സമ്മർദ്ദം ഇൻസ്റ്റഗ്രാമിലെ ഫിൽറ്ററുകളാണ്. ക്യാമറയിൽ തന്നെ ഫിൽറ്റർ ഇട്ടിട്ട് ഫോട്ടോ എടുത്താൽ അവരിൽ പല ആളുകൾക്കും തൃപ്തി ഉണ്ടാവത്തുള്ളൂ. ഫിൽറ്റർ ഇട്ട് മുഖം നോക്കി ഇരുന്നിട്ട് കണ്ണാടിയിൽ സ്വന്തം മുഖം കാണുമ്പോൾ അവർക്ക് നിരാശ തോന്നുക സ്വാഭാവികമാണ്. നമ്മുടെയൊക്കെ ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്ന ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോകളുണ്ടല്ലോ, ആ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഓരോ ചർമ്മ സുഷിരങ്ങളും മറക്കേണ്ടതാണ് എന്ന് അവർ വിശ്വസിക്കുകയാണ്. ഓരോ കുഞ്ഞ് ഡാമേജ് അവരിങ്ങനെ ഓട്ട അടയ്ക്കുന്ന പോലെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ പോലും മേക്കപ്പ് ഇല്ലാതെ പോകാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഒരു തലമുറ മാറുന്നത് എത്ര ഭയാനകമാണ്. സമൂഹം നൽകുന്ന സന്ദേശം ഇപ്പോൾ ഇതാണ്: നിന്റെ കഴിവോ സ്വഭാവമോ ഒന്നും അല്ല പ്രധാനം, നീ എത്ര നന്നായി നിന്റെ മുഖം പെയിന്റ് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിന്നെ ആളുകൾ നോക്കിക്കാണുന്നത്. മേക്കപ്പ് ഇടുന്നത് ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസമാണ്, അതൊരു ആർട്ടാണ്. ഞാൻ എനിക്ക് വേണ്ടിയാണ് ഒരുങ്ങുന്നത്. ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. മുതിർന്നവർക്ക് ഇത് ശരിയായിരിക്കാം, എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ ഇത് വെറും കപടതയാണ്. തിരഞ്ഞെടുക്കാനുള്ള പക്വതയില്ലാത്ത ഒരു കുട്ടിക്ക് മേക്കപ്പ് നൽകിയിട്ട് അത് അവൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത് എന്ത് വിഡ്ഢിത്തമാണ്. അവൾ ചെയ്യുന്നത് ചുറ്റുമുള്ള മുതിർന്നവരെയും ഇൻഫ്ലുവൻസർമാരെയും അനുകരിക്കുക മാത്രമാണ്. സമൂഹത്തിൻ്റെ നോട്ടത്തിനനുസരിച്ചിട്ട് സ്വയം മാറുന്നതിനെ എങ്ങനെയാണ് ശാക്തീകരണം, എംപവർമെൻറ്റ് എന്ന് വിളിക്കാനായിട്ട് കഴിയുക? യഥാർത്ഥ ശാക്തീകരണം എന്നാൽ തൻ്റെ ശരീരത്തെ അതിൻ്റെ പോരായ്മകളോടെ സ്നേഹിക്കാൻ പഠിപ്പിക്കലല്ലേ. ഈ പോരായ്മകൾ എന്താണ്, അല്ലെങ്കിൽ പോരായ്മകൾ ഏതൊക്കെയാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ പോലും നമ്മൾ ഒത്തിരിയധികം ചിന്തിക്കേണ്ടതുണ്ട്. അതൊന്നും സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് ആവരുത്. കോസ്മെറ്റിക് കമ്പനികൾക്ക് വേണ്ടത് പുതിയ കസ്റ്റമേഴ്സിനെയാണ്. മുതിർന്നവരുടെ മാർക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞു, ഇനി അവർ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയാണ്. അതുകൊണ്ടാണ് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേരിൽ ലിപ്സ്റ്റിക്കുകളും നെയിൽ പോളിഷുകളും ഒക്കെ വരുന്നത്. ക്യൂട്ട് എന്ന ലേബലിൽ അവർ വിൽക്കുന്നത് വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. ഒരു കുട്ടിയുടെ ബാല്യകാലത്തെ അതിൻ്റെ എല്ലാ നിഷ്കളങ്കതയോടും കൂടി നിലനിർത്തുന്നതിന് പകരം അവർ പെട്ടെന്ന് മുതിർന്നവരാക്കി മാറ്റാനായിട്ട് പ്രീമച്വർ അഡൾട്ടിഫിക്കേഷൻ നടത്താനായിട്ട് ഒരു വിപണി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ പഠനത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് തങ്ങളുടെ ലുക്കിലാണ്. യൂണിഫോം പോലും സ്റ്റൈൽ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം എന്തുകൊണ്ടാണ്? കാരണം ആരെങ്കിലുമൊക്കെ അവരെ നോക്കണമെന്നുള്ള ആഗ്രഹം, നീഡ് ഫോർ അറ്റൻഷൻ അവരിൽ ശക്തമായിട്ട് വളർത്തപ്പെട്ടിരിക്കുന്നു. നന്നായി പഠിക്കുന്ന കുട്ടിയേക്കാൾ ഇന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അഴകുള്ള കുട്ടിയായിരിക്കും കുട്ടികളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത് കുട്ടികൾക്കിടയിൽ വലിയ തോതിലുള്ള മത്സരത്തിനും ഒറ്റപ്പെടുത്തലിനും ഒക്കെ കാരണമാവുന്നുണ്ട്. എത്ര കുട്ടികൾക്ക് ഈ വില കൂടിയ മേക്കപ്പ് പ്രോഡക്റ്റുകൾ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റും? അല്ലെങ്കിൽ ഏതൊരു വീട്ടിലാണത് അംഗീകരിച്ചിട്ടുണ്ടാവുക? കുട്ടികളിൽ ചിലർ അതിൻ്റെ പേരിൽ പോലും മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നൽകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടൊക്കെ കാര്യമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. ഒരു മേക്കപ്പ് കിറ്റ് വാങ്ങി നൽകുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നീ ഇപ്പോൾ പോരാ, കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തോ എന്നുള്ളതല്ലേ? അതിന് പകരം അവർക്ക് പുസ്തകങ്ങൾ നൽകുക, അല്ലെങ്കിൽ അവർക്ക് കളിക്കാനായിട്ടുള്ള അവസരങ്ങൾ നൽകുക, അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. നിന്റെ മുഖത്തേക്കാൾ സുന്ദരമാണ് നിന്റെ ചിന്തകൾ എന്ന് അവരോട് എപ്പോഴെങ്കിലുമൊക്കെ പറയണം. അവരുടെ ചർമ്മത്തിൻ്റെ നിറവ്യത്യാസത്തിലോ പാടുകളിലോ ഒന്നും ഒരു പ്രശ്നമില്ലാന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിനെക്കുറിച്ചിട്ട് മൈൻഡ് ചെയ്യുക തന്നെ വേണ്ട. അതിനെക്കുറിച്ചിട്ട് അവരെപ്പോഴെങ്കിലും ആകലപ്പെടുന്ന സമയത്ത് അതിനെ നിസ്സാരവൽക്കരിക്കാനായിട്ട് നിങ്ങൾക്ക് വരണം. പലരും ചോദിക്കും, കുട്ടികൾ കുറച്ച് മേക്കപ്പ് ഇട്ടാൽ എന്താണ് കുഴപ്പം?
കുഴപ്പമുണ്ടെന്നേ, ഇത് വെറും ലിപ്സ്റ്റിക് ഇടുന്ന കാര്യമല്ല, ഇതൊരു കുട്ടിയുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അവൾ തൻ്റെ ശരീരത്തെ ഒരു വസ്തുവായിട്ട് ഒബ്ജക്റ്റായിട്ട് കാണാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ പടിയാണിത്. സ്ത്രീകളുടെ മൂല്യം അവരുടെ രൂപത്തിലാണെന്ന പഴയ ചിന്താഗതിയെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ കുട്ടികളിലൂടെ ആ ഒരു ചിന്താഗതി തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറേ ഗെറ്റ് റെഡി വിത്ത് മീ ആൾക്കാരെല്ലാം കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് മേക്കപ്പ് ഇല്ലാത്ത കുട്ടിക്കാലമാണ്. ഓടിക്കളിക്കാനും വിയർക്കാനും മണ്ണിൽ പുരളാനും അവർക്ക് സ്വാതന്ത്ര്യം വേണം. കണ്ണാടിക്ക് മുൻപിൽ ചെലവഴിക്കുന്ന സമയം അവർ ലോകത്തെ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കണം. തനിക്ക് ആത്മവിശ്വാസം വരുന്നത് ലിപ്സ്റ്റിക് ഇടുന്ന സമയത്തല്ല, തൻ്റെ അറിവിലൂടെയും കഴിവിലൂടെയാണെന്ന് ആരവർക്ക് പറഞ്ഞു കൊടുക്കും? ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് പോലെയുള്ള റീലുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഇല്ല. കംപ്ലീറ്റ്ലി ഈ പറയുന്ന വിപണിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത് വില കൂടിയ കോസ്മെറ്റിക്കുകളല്ല, മറിച്ച് തൻ്റെ ശരീരത്തിൽ അഭിമാനിക്കാനായിട്ടുള്ള ആത്മവിശ്വാസമാണ്. മേക്കപ്പ് ഒരു തിരഞ്ഞെടുപ്പായിരിക്കണം. അതൊരു നിർബന്ധമോ അടിമത്തമോ ആകരുത്. പ്രത്യേകിച്ച് ആ തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രായമാകാത്ത നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. കുട്ടിക്കാലം കളിക്കാനുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് കാണാനുള്ളൊരു പ്രദർശന വേദിയാക്കി മാറ്റരുത്. ആരോട് പറയാൻ? കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുള്ള നാട്ടിൽ ഇത് ആരോട് പറയാൻ? അത് ആസ്വദിക്കാനായിട്ടൊരു വലിയ കൂട്ടമുള്ള നാട്ടിൽ ഇത് ആരോട് പറയാൻ? ഈ ചിന്ത നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം മാറ്റത്തിൻ്റെ തുടക്കം ഈ അസ്വസ്ഥതകളൊക്കെയാണ്. നിങ്ങളിൽ പല ആളുകളും കഴിഞ്ഞ ദിവസം നല്ല കാര്യമായിട്ട് തന്നെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി, വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുകയുണ്ടായി. വീഡിയോയിൽ ഞാൻ പറയുന്ന പോയിന്റുകൾ നല്ലതാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. വിമർശനങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടങ്ങളിൽ. പക്ഷേ വിമർശനങ്ങളിൽ പുരോഗമനപരമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് എന്നാണല്ലോ അവകാശപ്പെടുന്നത്. വിമർശനങ്ങളിൽ ജഡ്ജ്മെൻറ്റുകൾ ഉണ്ടാവാതിരിക്കുക. അയാൾ അവിടെ പോവാത്തതുകൊണ്ടാണ്, അയാൾ വിവാഹം കഴിച്ചുകൊണ്ടാണ്, അയാൾ ഇന്ന് രാവിലെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ ചുമ്മാ അങ്ങനെ അടിച്ചു വിടാതിരിക്കുക. അപ്പം അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ, ആഫ്റ്റർ ഓൾ നിങ്ങൾ ആരും എനിക്ക് ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ വീഡിയോ കാണുന്നത്. അങ്ങനെ കാണുന്ന ആളുകൾ 1%, 2% ഒക്കെ കാണുമായിരിക്കും. എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളുകൾ വെറുതെ പ്ലേ ചെയ്ത് വയ്ക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ലേ ഇത് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഉപകാരമാവുന്ന രീതിയിലേക്കാണ്. ബാക്കിയുള്ള ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ കൂടണ്ട, അവൻ ഭയങ്കര ജഡ്ജ്മെൻ്റലാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമൊന്നുമില്ല. ജഡ്ജ്മെൻ്റൽ ആവണം. നമ്മൾ ചില കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റ് നോക്കി വിമർശിക്കുന്ന സമയത്തൊക്കെ നമുക്കത് പറയാം. പക്ഷേ വെറുതെ ഇങ്ങനെ ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.